NSSും നാട്ടുപച്ചയും കൂടി ചേർന്നൊരുക്കുന്ന നാട്ടുപച്ചയുടെ തന്നെ വാർഷിക ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. നാട്ടുപച്ചയുടെ വാർഷിക ആഘോഷത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥി മോഹൻ വൈദ്യരാണ്. നാട്ടുപച്ച ഇവിടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ആരോഗ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ബദൽ ആരോഗ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് നാട്ടുപച്ച. നാട്ടുപച്ചയുടെ ലക്ഷ്യം ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ആശുപത്രിയും അടച്ചുപൂട്ടിക്കുക എന്ന ലക്ഷ്യവുമാണ് ഇപ്പോൾ ഇതിൻ്റെ കൺവീനറായിട്ടുള്ള യൂണിവേഴ്സിറ്റി കൃഷ്ണൻകുട്ടിയുടെയൊക്കെ മനസ്സിലിരിക്കുന്നത്. 100% അത് പ്രായോഗികമായില്ലെങ്കിലും മനുഷ്യർക്ക് ആരോഗ്യമുണ്ടാക്കാനുള്ള നല്ല നല്ല പ്രവൃത്തികൾ നാട്ടുപച്ച കുറേ കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പ്രകൃതി ചികിത്സയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ ഒരു ക്ലാസ്സും ഒരു പരിശോധനാ സൗകര്യങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ നാട്ടുപച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നാട്ടുപച്ച ഇവിടെ പാചക പഠനക്കളരി തുടങ്ങി നാട്ടുപച്ച നമ്മുടെ ശിവപ്രസാദ് മാഷ് തുടങ്ങി കുറേ ആളുകളെ കേരളത്തിലുള്ള പ്രഗത്ഭരെ കൊണ്ടുവന്നിട്ട് ഈ നാട്ടുപച്ച ഇവിടെ കുറേ കാര്യങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പം ഇന്ന് നാട്ടുപച്ചയുടെ വാർഷിക ദിനമാണ്. ഇന്ന് വാർഷിക ദിനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിശിഷ്ടാതിഥി മോഹൻ വൈദ്യരാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, കാരണം അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഭക്ഷണത്തെക്കുറിച്ച് മോഹൻ വൈദ്യർ എന്തു പറയുന്നു എന്നാണ് ഇന്ന് പലരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ശ്രദ്ധപൂർവം ഓരോ വിഭവത്തിലും അടങ്ങിയിരിക്കുന്ന ഇതെന്താണ്, അതിൻ്റെ ശരി എന്താണ്, തെറ്റാണെന്ന് വളരെ ശ്രദ്ധപൂർവം പഠിക്കുകയും വളരെ ബുദ്ധിമുട്ടി കേരളത്തിന് പുറത്തു പോയിട്ട് തന്നെ പല കമ്പനികളുടെയും പല സാധനങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ ഈ പരിപാടി ധന്യമാക്കാൻ പോകുന്നത്. ഈ പരിപാടി മോഹൻ വൈദ്യർ ഒരു പ്രസംഗത്തിലൂടെ അവസാനിപ്പിക്കാനല്ല, ഈ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുകയും മോഹൻ വൈദ്യർ പറയുന്നതിൽ വിയോജിപ്പുകളും മറ്റും നിങ്ങൾ പറയുകയും അതിനെക്കുറിച്ചുള്ള ശരിയായുള്ള ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ നാട്ടുപച്ചയുടെ വാർഷികം ഇന്നിവിടെ ഇന്നത്തെ ഈ വാർഷികം അവസാനിക്കുക. മതമേലെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ. സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ആദ്യമായി സ്വാഗതമാകുന്നു. ദിനേന്ദ്രൻ സർ, നാട്ടുപച്ച, അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ക്യാമ്പസിലെ അധ്യാപകർ, അനധ്യാപകർ, ക്യാമ്പസിൻ്റെ പരിസരത്ത് നിന്നും എത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ തൽപരരായ പൊതുജനങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ക്യാമ്പസ് സ്കൂളിലെ അധ്യാപകർ, വലിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ മോഹനൻ വൈദ്യർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു തടവയായി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഈ നാട്ടുവച്ചയോ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയോ ഇതൊന്നുമല്ല പറയണത്. ആയുർവേദമല്ല, അലോപ്പതിയല്ല, ഹോമിയോയും അല്ല, ഒന്നുമല്ല പറയണത്. ഇതിനൊന്നും ഞാൻ എതിരുമല്ല. എന്താണ് സത്യം എന്ന് നിങ്ങളെന്ന് അറിയിക്കുക. എനിക്ക് കിട്ടിയ, ഞാനൊരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലായിരുന്നു. വൈദ്യമായിരുന്നു എൻ്റെ അച്ഛൻ്റെ തൊഴിൽ, അമ്മൂമ്മയുടെ തൊഴിൽ. അത് തിരിച്ച് ബോംബെയിലൊക്കെ കുറച്ച് നാൾ പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് എന്നാൽ ഈ അച്ഛൻ്റെ പാരമ്പര്യം തുടരാമെന്ന് ധരിച്ച് ആ ആയുർവേദത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അതെന്തുകൊണ്ടാണ് ഫലിക്കാത്തത് എന്ന് തിരക്കി ഇറങ്ങിപ്പോയ പോക്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് പോലും അന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യത്തിൽ ഈ വിവരങ്ങളെല്ലാം കാണിച്ച് സകലമാന കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി ഈ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോയി എന്നും പറഞ്ഞു. ലാസ്റ്റിൽ DHS തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അടുത്ത് പോയി വിവരാവകാശ നിയമപ്രകാരം ഈ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഞാൻ അവരോട് ചോദിച്ചു. അപ്പം അവരും പറഞ്ഞു, വൈദ്യരെ ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ആർക്കാ ചെയ്യാൻ പറ്റുന്നേ? പട്ടം പൊട്ടിപ്പോയി. ഇനി അത് എവിടെ ചെന്ന് വീഴുന്നു വെച്ചാൽ കണ്ടോളൂ. ആ പരുവത്തിലെത്തി. നമ്മളൊന്നും അറിയാതെ നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു ചെറിയ വിഭാഗം
മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. നിങ്ങളുണ്ടാക്കുന്ന കാശുകളെല്ലാം, നിങ്ങളുണ്ടാക്കുന്ന എല്ലാ തൊഴിലുകളും എല്ലാം കൊണ്ട് അവസാനം എത്തുന്നത് 5 സ്റ്റാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് എത്തിക്കുക, എല്ലാവരെയും രോഗികളാക്കുക എന്നുള്ളത് ഇവിടുത്തെ നയമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനിരിക്കുന്നു എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. അവരാരും രക്ഷിക്കാനല്ല പോകുന്നത്, നമ്മളെ നശിപ്പിക്കാനാണ് പോകുന്നത്. ഒരൊറ്റ ഒരുത്തർക്കും നമ്മളോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ല. ഓരോ ഗുളികകളും ഓരോ മരുന്നുകളും കൊണ്ട് പുതിയ പുതിയ നമ്പർ ഇറക്കുന്നത് ഈ സർക്കാരൊന്നും അല്ല, അതൊക്കെ പുതിയ പുതിയ കമ്പനിക്കാരനാണ്. അവൻ്റെ കാശ് അവൻ്റെ ഗുളിക വിറ്റഴിക്കാനുള്ള പദ്ധതി മാത്രം. അതിനെല്ലാം നമ്മളതിനെ ജനാധിപത്യം എന്ന് വിളിക്കും. സത്യങ്ങൾ തുറന്നു പറയാൻ ആരെയും കൊണ്ട് ഒക്കുന്നില്ല. പറഞ്ഞാൽ അവൻ തീവ്രവാദിയാവും, അവൻ പിന്നെ ആൾ മഹാമോശമായി മാറും, പിന്നെ കൊട്ടേഷൻ വീഴും. അങ്ങനെ നല്ല രീതിയിൽ ആരെങ്കിലും വല്ല നാലും പറഞ്ഞാൽ അവൻ്റെ പരിസരത്ത് കൊട്ടേഷനാണ്. ഇപ്പം എൻ്റെ പുറത്ത് തന്നെ 3 കൊട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ ലാശി മനസ്സിലാവും എന്തുകൊണ്ടാണ് കൊട്ടേഷൻ തന്നതെന്ന് ലാശി മനസ്സിലാവും. നേരം വെളുക്കുമ്പോൾ മുതൽ നമ്മളെ എങ്ങനെയാണ് ആൾക്കാർ പറ്റിക്കുന്നതെന്ന് നിങ്ങൾ ആ TV യുടെ മുമ്പിൽ നിന്ന് പതുക്കൊന്ന് ഇറങ്ങി മാറി എന്നാൽ മനസ്സിലാവും. രാവിലെ നിങ്ങൾ കാണുന്നത് കുട്ടികൾ നേരം വെളുത്തുമ്പോൾ രാവിലെ എടുക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ തുടങ്ങും. പേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ആരെങ്കിലും കുട്ടികൾ പേസ്റ്റ് വായിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്? പേസ്റ്റ് തേക്കുന്ന പല്ല് തേക്കുന്ന പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നത് പല്ല് നശിപ്പിക്കാനാണ്. ആദ്യമേ ഒരു ഡോക്ടർക്ക് വരണമെങ്കിൽ ആദ്യം പല്ല് വേണം. ഡെന്റിസ്റ്റിന് ഇവിടെ വരണമെങ്കിൽ 2000 ഡോക്ടർമാർ വർഷാവർഷം ഇറങ്ങുമ്പോൾ അവർക്ക് പല്ല് വേണ്ടേ? ആ പല്ല് ആദ്യം കേടാക്കി തരാനാണ് നിങ്ങൾ ആദ്യം ചിരിച്ചു വരിക. ഇതാ ഒരാൾ ഒരു കുട്ടി ഒന്ന് വന്നേ, ആരെങ്കിലും ഒരാൾ വരിക, ഈ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. Direction for use. Brush thoroughly at least twice a day or as directed by a dentist or physician. എല്ലാം മനസ്സിലായോ? ഇത് പേസ്റ്റ് എടുക്കുമ്പോൾ അത് തുറക്കുന്നതിന് മുമ്പിട്ട് തുറക്കുമ്പോൾ ഒരു ഡോക്ടറോടോ ഡെന്റിസ്റ്റിനോടോ ഫിസിഷ്യനോടോ ചോദിച്ചിട്ടേ എടുക്കാവൂ പേസ്റ്റ്. Children under 6 years of age should have adult supervision. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പല്ല് തേക്കുമ്പോൾ മാതാപിതാക്കൾ രക്ഷകർത്താക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ പല്ല് തേപ്പിക്കാവൂ. And use only pea-sized amount. Do not swallow. Ingredients: calcium carbonate, കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ കുമ്മായം, sorbitol, sodium lauryl sulfate, സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ സൾഫൂരിക് ആസിഡിന്റെ സ്ലറി, silica, പാറപ്പൊടി, titanium dioxide, ടൈറ്റാനിയം ഡയോക്സൈഡ്, sodium silicate, സോഡിയം സിലിക്കേറ്റ്, കുപ്പിച്ചില്ല്, carrageenan, sodium ബൈകാർബണേറ്റ്, കാരം, അലക്കുകാരം, മുണ്ട് കഴുകുന്ന കാരം. sodium saccharin. ഇനി മുമ്പോട്ട് പോണോ? വേണ്ട. ഇതാണ് രാവിലെ പല്ല് തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലിന്റെ മോണെ അടിച്ച് കാണിച്ചിട്ട് പറയും. ഇനി ഒരെണ്ണോടുണ്ട്, ഒന്ന് വായിച്ച്. Flavor: മോണോഫ്ലോറോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അറിയാവുന്നവർക്ക് അറിയാം. അല്ലെങ്കിൽ ഇന്ന് പോയി നെറ്റിൽ പോയി ഒന്ന് തപ്പി നോക്കുക. പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു, പല്ല് കേടാക്കുന്നു, മോണയുടെ ഷേപ്പ് മാറ്റുന്നു. ഈ സാധനമാണ് രാവിലെ മുതൽ 95-97% ഡോക്ടർമാർ പറയുന്നു ഈ പേസ്റ്റ് കൊണ്ട് തേച്ചില്ലെങ്കിൽ കുട്ടികളുടെ പല്ല് കേടാവും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ ഇത്രയും കൊല്ലം കൊണ്ട് ആരെങ്കിലും വായിച്ചു നോക്കിയോ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ശകല ഉമുക്കിരിയിട്ട് പല്ല് തേച്ചപ്പോ നമ്മുടെ പല്ലൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആരുടെയും പല്ല് 11 വയസ്സ് കാത്തു നോക്കില്ലായിരുന്നു. ഇപ്പൊ എല്ലാരും 11 വയസ്സ് നോക്കിയിരിക്കുകയാണ് പല്ല് കെട്ടിയിടാൻ, അകത്തോട്ട് മാറ്റാൻ. ആ പല്ല് കെട്ടിയിടുമ്പോ നാണം കെട്ട ഒരു പരിപാടി ഇവിടെ ഉണ്ട്. 2 പല്ല് പറിച്ചിട്ടാണ് നിങ്ങൾ ആ പല്ല് കെട്ടിയിടുന്നത്. ആണോ ഇല്ലയോ? 2 പല്ല് പറിക്കാൻ കാത്തിരിക്കുന്നു. ഒരു പ്രാവശ്യം ഈ അരിമുല്ലപ്പൂവുള്ള പല്ല് പൊഴിഞ്ഞു പോയി രണ്ടാമതൊരു പല്ല് വന്നാൽ പിന്നെ ആ പല്ല് കിളിക്കില്ല. കിളിക്കുവോ? ഇല്ല. ആ പല്ല് നിങ്ങൾ മാറ്റി വെക്കുന്നു, പിന്നെ വെപ്പുപല്ല് വെക്കുന്നു. എന്താ ഇത്? അതിശയം. പണ്ട് നിങ്ങളെല്ലാം ഉമുക്കിരി കൊണ്ട് പല്ല് തേച്ചിരുന്നപ്പോൾ ആരുടെയെങ്കിലും പല്ല് ഇത്രയും വെളിയിലോട്ട് വന്നോ? ആ പല്ല് ഒരു ശകലം ഉമുക്കിരിയും ശകലം കുരുമുളകും കല്ലുപ്പും കൂടി ഇട്ട് പൊടിച്ചു വെച്ചിട്ട് പല്ല് തേച്ചാൽ ഊനുപഴുപ്പ് വരെ മാറുമായിരുന്നു.
മാറ്റിയിരുന്നു. അമ്മയുടെ കയ്യിലായിരുന്നു നമ്മുടെ എല്ലാം ആരോഗ്യം ഇരുന്നത്. അവർക്ക് വിവരമില്ലായിരുന്നു, അല്ലേ? പക്ഷെ അവർക്ക് ഒരു കാര്യം സത്യമായിരുന്നു, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാരെങ്കിലും വിവരം ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ പ്രശ്നം നമുക്ക് ഏറ്റവും വലുത് വിദ്യാഭ്യാസം ഉണ്ട്, വിവരമില്ല. അതുകൊണ്ടല്ലേ ഇത് മേടിച്ചിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പുറകെ പോവോ? പല്ല് കേടാക്കാനായിട്ട് ഇത്രയും വലിയ നാടകം ആരെങ്കിലും കാണിക്കുമോ? ഇല്ല. അപ്പം റൂട്ട് കനാൽ ചെയ്യുന്നു. അന്ന് ഇത്രയും ആരുടെ പല്ല് കേടായിരുന്നു? ആരുടെയെങ്കിലും പല്ല് കേടായിട്ടുണ്ടോ? പല്ല് കൈകൊണ്ട് തേക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊച്ചുനാളിൽ തേക്കുമ്പോൾ ഒരു നല്ല വിഭാഗം ഉള്ളിലോട്ട് പൊക്കോളും. കല്ല് കൈകൊണ്ട് തേച്ചാൽ മതി, നല്ലോണം ഉള്ളിലോട്ട് പൊക്കോളും. അതും പറ്റില്ലെങ്കിൽ ശകലം വെള്ളം കുളിക്കാൻ നേരം വായിക്കൊണ്ടിട്ട് കുളി കഴിഞ്ഞിട്ട് ഒന്ന് തുപ്പിക്കളയുക. ഓട്ടോമാറ്റിക്കായിട്ട് 6 മാസം കൊണ്ട് ഏത് പല്ല് ഉള്ളിൽ പോവും. അതിനാരുടെയും ഒത്താശ വേണ്ട. ഇത്രയും പേരും നിസാര കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ. അതിന് അമ്മയെ നമുക്ക് ബഹുമാനമില്ലല്ലോ. അമ്മയെ റെസ്ക്യൂ ഹോമിൽ കൊണ്ടാക്കി പോയില്ലേ? അവിടെയാ കുഴപ്പം പറ്റിയത്. തലമൂത്ത അമ്മൂമ്മമാരും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴേ അവരോട് പോയി ചോദിക്കുക എന്തൊക്കെ വേണമെന്ന്. അവർ പറഞ്ഞു തരും. അവർക്കൊരു കാഴ്ചപ്പാടുണ്ടെന്നു മക്കളുടെ ആരോഗ്യത്തെപ്പറ്റി, കൊച്ചുമക്കളുടെ ആരോഗ്യത്തെപ്പറ്റി. അവരുടെ കാഴ്ചപ്പാടാണ് നശിച്ചു പോയത്. രണ്ടാമത് നേരം വെളുക്കുമ്പോൾ പണ്ട് നമ്മൾ ഇപ്പം രണ്ടാമത്തെ പല്ല് രണ്ടാമത് പല്ല് കഴിച്ചാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? പല്ല് തേച്ച് കഴിഞ്ഞാൽ ചായ കുടി, അല്ലേ? ചായ കുടിക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും, മിക്കാറുള്ള ആൾക്കാർക്ക് എല്ലാം ചായ കുടിച്ചില്ലേ തലവേദന വരും. അറിയാം? വരികയല്ലേ? വരും. ചായ കുടിച്ചില്ലേ തലവേദന വരും. എന്താ തലവേദന വരുന്നത്? രാവിലെ നിങ്ങൾക്ക് ലഹരി വേണം. 5 മണിക്ക് എല്ലാവരും വെള്ളം അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് 5 മണിക്ക് തന്നെ ചാരായം കുടിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് പെരുപ്പ് വരും, തലവേദന ഉണ്ടാവും. കാരണം ഒരു കാപ്പിക്കടക്കാരനും ഒരു കാപ്പിക്കുരു പൊടിക്കുന്ന കമ്പനിക്കാരനും അവനെ കാപ്പിക്കുരുവിൻ്റെയോ കാപ്പിയുടെയോ അല്ല ടേസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്, ചായപ്പൊടിയുടെയോ അല്ല. അതിനകത്തൊരു ടേസ്റ്റ് ചേർക്കും. ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ട്. ഓരോ കമ്പനിക്കും ഓരോ മണമാണ്. ആണോ അല്ലയോ? ഓരോ കമ്പനിക്കും ഓരോ മണം. അപ്പൊ ഇത്രയും കാപ്പിക്കുരു ഒന്നും ഇവിടെ കൃഷി ചെയ്യുന്നില്ല. അവനവന്റെ ഫ്ലേവറാണ് ചേർക്കുന്നത്. അതിൽ ഏറ്റവും നല്ലവണ്ണം കാണിച്ചു തരാം. ഇതാണ് ബ്രൂ കോഫി. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ബ്രൂ ആയോ? ബ്രൂവിന്റെ മണം വന്നു. ഇത് ബ്രൂവിന്റെ കമ്പനിക്കാരൻ ഒഴിക്കുന്ന ഫ്ലേവർ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ്. അതാണ് ഈ കളിക്കുന്ന കളി മൊത്തവും. അത് കിട്ടാഞ്ഞിട്ടാണ്, പെട്രോളിയം ഉൽപ്പന്നമാണ്, അത് കിട്ടാഞ്ഞിട്ടാണ് നമുക്ക് തലവേദന വരുന്നത്. ചായയും കാപ്പിയുടെയും ബേസിക്ക് കിടക്കുന്ന ഈ സാധനങ്ങൾ, ഈ കെമിക്കലുകൾ ചേരുമ്പോഴാണ്, നമ്മുടെ ശരീരത്തിലോട്ട് കയറുമ്പോഴാണ് ലഹരി ഉണ്ടായി കിട്ടുന്നത്. നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും. അതിന്റെ ഇരട്ടി പിന്നെ തളർത്തും തരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഇപ്പൊ ഇവര് പ്രകൃതിക്കാരൊക്കെ പറയും പാല് കുടിക്കരുത്, അത് കുടിക്കരുത്, ഇത് കുടിക്കരുത്. അവർക്ക് ഉത്തരം വരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതാ കുഴപ്പം. ഇതിനകത്ത് സുവോളജി പഠിച്ച BSc സുവോളജി പഠിച്ച ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാം, പാല് മനുഷ്യ ശരീരത്ത് അമ്മയുടെ മുലപ്പാല് കൂടി കഴിഞ്ഞാൽ പിന്നെ ദഹിക്കില്ല. പാല് സമീകൃതാഹാരമാണ്. പാലും മുട്ടയും കൊടുക്കണു. നിങ്ങളത് പറയുന്നതിന് മുമ്പിട്ട് ഇത് ചോദിക്കുക, അമ്മയുടെ മുലപ്പാൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ അപ്രത്യക്ഷമായി പോവും. പിന്നെ ശരീരത്ത് പാല് ദഹിക്കില്ല. പിന്നെ പാല് ദഹിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ തൈരാക്കി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പുളിപ്പിക്കണം. പുളിപ്പിക്കുമ്പോൾ ഗ്യാസ് ഫാമാവും, അസിഡിറ്റി ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥ പാല് മനുഷ്യ ശരീരത്ത് ദഹിക്കില്ല. ഇതാണ് സത്യം. സുവോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ക്ലിയർ അറിയാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയട്ടെ. 3. രണ്ടാമത്, ഇപ്പോഴത്തെ പശുവിന്റെ പാല് ഒരു കാരണവശാലും കുടിച്ചൂടാ. കാരണം പശു ഇപ്പോൾ വെജിറ്റേറിയൻ അല്ല, നോൺ വെജ് ആണ്. ചിരിച്ചത് ശരിയല്ല. വെജിറ്റേറിയനോ നോൺ വെജോ? പശു നോൺ വെജ് ആണ്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? 4 മാസത്തിന് മുമ്പ് സൂര്യ TV ഏതോ ഒരു ചാനലിനകത്ത് ഞാൻ കണ്ടു പശു മത്തി തിന്നുന്നത്. കഥയറിയോ? ഇല്ല. നമ്മളൊക്കെ നോൺ വെജ് ആയത് എങ്ങനെയാണെന്നറിയോ? നമ്മളെ നേരത്തെ നമ്മുടെ അമ്മമാര് അപ്പൂപ്പന്മാരെ ഇങ്ങനെ തലമുറകളായിട്ട് ഇത്